സഞ്ജു എന്താണോ നമ്മൾ സഞ്ജു എന്ന് കാണാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിൻ്റെ. 39 റൺസ് മതി, ഇത് മാത്രമേ സഞ്ജു എന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഉത്തരവാദിത്തമുള്ള ഒരു ഇന്നിങ്സ്. അതുപോലെ തന്നെ ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ ഫസ്റ്റ് ബോൾ സിംഗിൾ അടിച്ചത് തൊട്ട് എല്ലാ ഷോട്ട്സും സൂപ്പറായിരുന്നു, ഷോട്ട് സെലക്ഷൻ സൂപ്പറായിരുന്നു, ഒരു ധൃതിയും കാണിച്ചില്ല. സിംഗിൾസ് എടുത്തു, ഡബിൾസ് എടുത്തു, അതിൻ്റെ ഇടയ്ക്ക് സൂപ്പറായിട്ട് ബൗണ്ടറി കണ്ടെത്തിക്കൊണ്ടിരുന്നു. അസരങ്ങയ്ക്കുള്ള അടി കൊടുത്ത് അതിൻ്റെ കണക്ക് തീർത്തിട്ടുണ്ട്. 2 6, അതും അക്രോസ് ഒന്നും അടിക്കാൻ നോക്കില്ല, സ്ട്രൈറ്റ് ബാറ്റ് വെച്ചിട്ട് സ്ട്രൈറ്റ് ആ ഫ്രണ്ടിലൊക്കെ കൊണ്ട് ക്ലിയർ ചെയ്തിട്ട് 2 6 അടിച്ചത് സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ വന്ന ഉടനെ ഒരു ബൗണ്ടറി അടിച്ചു ലെഗ് സൈഡിലേക്ക്. ആ ഒരു ഇൻറ്റൻറ്റും സൂപ്പറായിരുന്നു. ഇന്ന് അടിപൊളി ഇന്നിങ്സ് ആയിരുന്നു. അവിടുന്ന് സഞ്ജു അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്കോർ ഒരു 220 മേളിൽ പോയേനെ. കാരണം അങ്ങനെ അടിച്ച് ആ ഒരു ഫോമിലേക്ക് സഞ്ജു വന്നിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്പർ 5 ഒരു ബാറ്റ്സ്മാൻ എങ്ങനെ കളിക്കണമെന്നുള്ള രീതിയിൽ തന്നെ സഞ്ജു ഇന്ന് കളിച്ചത് വളരെ സന്തോഷം നൽകിയത് കണ്ടപ്പോഴത്തേക്ക്. ആ ഒരു ടെമ്പോ പിടിച്ചു, എങ്ങനെ ആ ഒരു സത്യം പറഞ്ഞാൽ ഓപ്പണിങ്ങിൽ നിന്ന് ഒരു ബാറ്റ് ചെയ്തൊരു ബാറ്റ്സ്മാൻ മിഡിൽ ഓർഡറിലേക്ക് വന്ന് ആ ഒരു ടെമ്പോ പിടിക്കാൻ, ആ ഒരു റിതം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. സഞ്ജു ഇന്ന് അത് കൃത്യമായിട്ട് ചെയ്തു. അതായത് ഓപ്പണിങ്ങിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് കളിക്കാനായിട്ടും പവർ പ്ലേ ഒക്കെ ഉള്ളതുകൊണ്ട് പറ്റും. പക്ഷേ മിഡിൽ ഓവേഴ്സിൽ എങ്ങനെ സിംഗിൾസും ഡബിൾസും എടുത്ത് റെഗുലർ ഇൻ്റർവെൽസിൽ ബൗണ്ടറീസ് കണ്ടെത്തി എങ്ങനെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകണം, അവിടുന്ന് ഒരു 15-16 ഓവർ വരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തിലക് വർമ്മയും സഞ്ജു സാംസണും സൂപ്പറായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് സഞ്ജു അത് ചെയ്തതിലും ഈ അടിച്ച വാല്യുബിളായിട്ട് റൺസിലും ഐ എം സോ ഹാപ്പി. കാരണം ഇതാണ് സഞ്ജു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള ഇന്നിങ്സ് വന്നു കഴിഞ്ഞാൽ, അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആരും സഞ്ജുവിൻ്റെ ആ ഒരു പൊസിഷനെ അല്ലെങ്കിൽ ആ ടീമിലെ സ്ഥാനത്തിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതായത് ഇന്ത്യ 2020 വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രൈമറി വിക്കറ്റ് കീപ്പർ എന്നുള്ളത് കോച്ചിൻ്റെയും ക്യാപ്റ്റൻ്റെയും മനസ്സിലും അത് ഉറപ്പാണ്. അതിന് ബാക്ക് ചെയ്യാനായിട്ട് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള ഒരു കുറച്ച് ഇന്നിങ്സും കൂടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓസ്ട്രേലിയ പോകുമ്പോഴൊക്കെ ഉണ്ടായാലും മാത്രം മതി, ഉറപ്പാണ്. അതിനകത്ത് ഫാൻസ് ടെൻഷൻ അടിക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ സഞ്ജുവിനെ ഇറക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവരെല്ലാം മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ്. സഞ്ജുവിനെ ഇറക്കാതിരുന്നത് മറ്റു ബാറ്റ്സ്മാൻമാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരും സഞ്ജുവിനെ അവോയ്ഡ് ചെയ്തതല്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഇന്ന് കീപ്പ് ചെയ്തപ്പോഴും സഞ്ജു നന്നായിട്ട് കീപ്പ് ചെയ്തു. ആ ഒരു റണ്ണൗട്ട് ഇന്ത്യക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് സൂപ്പറായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സഞ്ജു ഇന്ന് ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്തെന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം.